ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മുറിയിൽ എങ്ങനെയാണ് വയറിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു മുറിയിൻ്റെ ഡ്രോയിങ് ആണ്. അതായത് ഒരു മുറിയിൽ 2 ലൈറ്റിൻ്റെ ബോക്സ്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 ലൈറ്റിൻ്റെ ബോക്സ്, ഒരു മെറ്റൽ ബോക്സ്. അതിൽ നിന്നും ലൈറ്റിൻ്റെ ബോക്സിലേക്ക് പോയ പൈപ്പാണ് ഈ കാണുന്നത്. ഈ മുകളിൽ കാണുന്നത് ആ മുറിയിലുള്ള ഒരു ഫാനാണ്, സീലിംഗ് ഫാൻ. ഇത്രയാണ് നമുക്കൊരു മുറിയിലേക്ക് 2 ലൈറ്റ് ആണെങ്കിൽ 2 ലൈറ്റാണ് ഇവിടെ ഞാനിപ്പോൾ കാണിച്ചത്. അതിൽ ഒരു 8 വേ മെറ്റൽ ബോക്സും കൂടി വെച്ചിട്ടുണ്ട്. അതായത് ഈ ബോക്സ് 3x3 കോ ബോക്സാണ്. അതാണ് ഈ ബോക്സാണത്, 3x3 കോ ബോക്സ്, കൺസീൽഡ് ബോക്സ്. മെറ്റൽ ബോക്സ് എന്ന് പറയുമ്പോൾ ഇത് മെറ്റൽ ബോക്സാണ്. ഇത് 3 വേ മെറ്റൽ ബോക്സാണ്. ഇതിൽ 3 സ്വിച്ചാണ് വെച്ചോളൂ. ഇതാണ് ഒരു മുറിയിൽ നമ്മൾ 2 ലൈറ്റ്, ഒരു ഫാന്, അതിനു വേണ്ടി ഒരു മെറ്റൽ ബോക്സ്. അതിലുള്ള പൈപ്പിംഗ് ആണ് ഈ കാണിച്ചത്. ഇനി ഇതിലേക്കുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഇപ്പോൾ കാണിക്കാം. ഇതാണ് ലൈറ്റിൻ്റെ ഒരു മാർക്ക്. നമ്മൾ നേരത്തെ കണ്ട ബോക്സിലുള്ള ഇത് ലൈറ്റിൻ്റെ മാർക്കാണ്. 2 ലൈറ്റ്, ഫാനിൻ്റെ ഡിമ്മർ, ഇത് ഒരു 2-in-1 സോക്കറ്റ്, അതിൻ്റെ 1 വേ സ്വിച്ച്, ഫാനിൻ്റെ 1 വേ സ്വിച്ച്, 2 ലൈറ്റിൻ്റെ 2 സ്വിച്ച്. ഇതാണ് ഒരു മുറിയിൽ നമുക്ക് 2 ലൈറ്റ്, ഒരു ഫാന്, ഒരു പ്ലഗ്. ഇത്രയും ഒരു മുറിയിൽ നമുക്ക് മതിയാവും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം. അതിനനുസരിച്ച് നമ്മൾ മെറ്റൽ ബോക്സ്, അതിൻ്റെ ബോക്സുകളും കൂടുതൽ വെക്കേണ്ടിയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. മുമ്പ് പറഞ്ഞതുപോലെ 3x3 കോ ബോക്സ്, 8 മോഡൽ മെറ്റൽ ബോക്സ്. ഫാനിൻ്റെ നമ്മൾ സീലിങ്ങിലേക്ക് വലിക്കുന്നു, അതിൻ്റെ കണക്ഷൻ നമ്മൾ സീലിംഗ് കൂടെ കൊണ്ടുപോകുന്നു. അതാണ് ആദ്യം കാണിച്ച പൈപ്പിങ്ങിനെല്ലാം അതാണ് കാണിച്ചത്. ഇതിൽ നിന്ന് ഇനി കണക്ഷനാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ നിന്ന് 2 ലൈറ്റിലേക്ക് നമ്മൾ ഈ ഒരു വയർ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഹോൾഡറിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ സ്വിച്ചിൽ നിന്ന് നമ്മൾ 2ാമത്തെ ലൈറ്റിനും നമ്മൾ വയർ കൊടുത്ത് ഇനി നമുക്ക് ഫാനിലേക്ക് ഒരു ലൈന് കൊണ്ടുപോകണം. അത് നമുക്ക് ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്, ഫാനിൻ്റെ ഡിമ്മറിൽ നിന്ന്. ഒന്ന് ഫാനിലേക്ക് കൊടുത്ത് ഇത് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തു. ഈ ലൈറ്റുകളിലും ഫാനുകളിലും ഇപ്പോൾ ഫേസ് മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇനി ഇത് കത്തണമെങ്കിൽ ഇതിൽ ന്യൂട്രൽ വേണം. അത് നമുക്ക് എവിടെ നിന്നാണോ നമുക്ക് ലൈന് വരുന്നത് അതിൽ നിന്നാണ് നമ്മൾ അത് ലിങ്ക് ചെയ്യേണ്ടത്.
ഇത് ഈ ബോക്സിലേക്ക് വരുന്ന ഫേസാണ്. ഇതിലേക്ക് കൊടുത്ത് ഇതിലേക്ക് കൊടുത്ത് ഇതിലേക്ക് കൊടുത്ത് ഇതിലേക്ക് കൊടുത്ത് അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഫേസ് ലൈൻ എത്തി. ഇനി നമുക്ക് ഇതിലേക്ക് ന്യൂട്രൽ വേണം. ആ ന്യൂട്രലും കൂടി നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് ആ ഭാഗത്ത് നിന്ന് എടുത്ത് നമ്മൾ പ്ലഗിൻ്റെ ഈ ഹോളിലേക്ക് കൊടുത്ത് ഇതിൽ നിന്ന് ലിങ്ക് ചെയ്ത് നമ്മൾ ഇതിലേക്ക് കൊടുത്ത് ഇതിൽ നിന്ന് ഫാനിലേക്ക് കൊടുത്ത് ഫാനിൽ നിന്ന് ലിങ്ക് ചെയ്ത് നമ്മൾ ഇതിലേക്ക് കൊടുത്തു. ആ ന്യൂട്രൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇത് ഇവിടെ ലിങ്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഫാനിലേക്ക് കൊണ്ടുപോവുക. ഫാനിലേക്കൊരു ന്യൂട്രൽ മാത്രം മതി. ലൈറ്റിലേക്ക് ലിങ്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ന്യൂട്രൽ കൊടുത്താലും മതി. ഇനി ഇതിൽ നിന്ന് പ്ലഗ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ ഇതിലേക്ക് കൊടുക്കണം. ഇതിൽ ഫേസ് ന്യൂട്രലാണ് വന്നത്. ഇനി ഒരു എർത്തും കൂടി വരണം. ആ എർത്താണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് പ്ലഗിൻ്റെ മുകളിലെ ഹോളിലേക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മളൊരു മുറിയിലേക്ക് വയറ് വലിക്കുന്നതിന് ചെയ്യുന്നത്. ഒരു ഡ്രോയിങ് ആണ് ഈ കാണിച്ചത്. ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ഫേസ് ഇതിലേക്ക് വന്ന് പ്ലഗ് വർക്ക് ചെയ്യുന്നു. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫേസ് ഇവിടേക്ക് പോകുന്നു. ന്യൂട്രൽ കോമൺ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ന്യൂട്രലിന് ഓൺ ഓഫും ഇല്ല, അത് മെയിനിലാണുള്ളത്. ഓക്കെ, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.